ലോകത്തിൻ്റെ ഗുരുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞത് എന്ന വിഷയത്തെ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ വായിക്കുന്ന ഒരു സെഷനാണിത്. ഈ സമയം ഓർമ്മ വരുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ എഴുതിയ 2 വരികളാണ്. അൽ അമീൻ എന്നാണ് ആ കവിതയുടെ പേര്. അദ്ദേഹം എഴുതുന്നുണ്ട്: പടച്ച റബ്ബിൻ പൊരുത്തം നേടാൻ ഒരേ വഴി, പടപ്പുകൾക്കൊക്കെയും കാവലാകുക ജന്മം. പടച്ച റബ്ബിൻ പൊരുത്തം നേടാൻ ഒരേ വഴി, പടപ്പുകൾക്കൊക്കെയും കാവലാകുക ജന്മം. ആ ഒരു വാക്യമാണ് ഫാദർ ഇവിടെ പറഞ്ഞിട്ട് പോയത്. അപ്പോ ഈ കരുണയുടെ മഹാപാഠം ശ്രീനാരായണ ഗുരു അദ്ദേഹം തന്റെ ദൈവ ശതകത്തിൽ മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കുന്നത് കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ്. അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശങ്ങളുടെ അധിപൻ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞു തരും എന്ന മനോഹരമായ വാക്യം. അതാണ് ഈ കവികളൊക്കെയും പറഞ്ഞു വെക്കുന്നത്. നമ്മളൊക്കെ വർത്തമാന കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരങ്ങളുടെ വലിയൊരു ലോകമുണ്ട്. അതാണോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? അതാണോ ഇസ്ലാം? അതാണോ ഇസ്ലാമിന്റെ മനോഹരമായ ദർശനം എന്ന ചോദ്യത്തെ മുൻനിർത്തിയാണ് ഈ സെഷനുകളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരാറുള്ള ഒരു ചോദ്യം മദ്രസകളിൽ ഭീകരവാദം പഠിപ്പിക്കുന്നു എന്നാണ്. മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്നറിയാതെ മദ്രസകളിലൊക്കെ കുട്ടികളെ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കാണാറുണ്ട്. അവിടെയാണ് ഇത്തരം ആളുകൾ, സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ കരുണയാണ് നബിപാഠം എന്ന മനോഹരമായ ദർശനം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞ നബിയെ ഈ പൊതുസമൂഹം വായിച്ചത്? ബഷീറിന്റെ മനോഹരമായ ഒരു ആവിഷ്കാരം ഇന്റുപ്പാപ്പാക്കൊരാനുണ്ടാർന്ന് എന്ന ഒരു രചന നമ്മൾ വായിച്ചിട്ടുണ്ട്. അതില് നിസാർ അഹമ്മദ് എന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം BA ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞ് ഒരുപാട് വിദ്യാഭ്യാസം നേടിയ ആളാണ്. അതിൽ കുഞ്ഞുപാത്തുമ്മയും ഉണ്ട്. അപ്പോ നിസാർ അഹമ്മദിന് ഈ കുഞ്ഞുപാത്തുമ്മയുടെ നിലപാടുകളോടും കുഞ്ഞുപാത്തുമ്മ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോടും ഒക്കെ താല്പര്യം തോന്നി തുടങ്ങുന്ന ഒരു രംഗമുണ്ട്. അത് 2 കുരുവികൾ തമ്മിൽ കൊത്തുകൂടുന്ന, വഴക്കുകൂടുന്ന ഒരു രംഗമാണ്. അപ്പൊ കുരുവികൾ, ഒരു ഗർഭിണിയായ ഒരു കുരുവിയെ മറ്റൊരു കുരുവി ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ച് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ദേഹത്ത് നിന്ന് രക്തമൊക്കെ വരുന്ന ഒരു സന്ദർഭം കാണുമ്പോൾ കുഞ്ഞുപാത്തുമ്മ ഒരു പുഴക്കരയിലാണ് നടക്കുന്നത്. എനിക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ചരലിലൂടെ ഊർന്ന് ആ കുരുവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ കൈ പൊട്ടി രക്തം വരുന്നു. അപ്പോൾ ഈ കുഞ്ഞ്, ഗർഭിണിയായ ഈ കുരുവി അത് വല്ലാതെ വേദനിച്ച് പെടയുകയാണ്. അപ്പൊ അവൾക്ക് തോന്നി, കുറച്ച് വെള്ളം കൊടുത്താൽ ഇതിന്റെ ജീവൻ തിരിച്ചു കിട്ടിയേക്കും. അപ്പോൾ ആ കുഞ്ഞുപാത്തുമ്മ തന്റെ കയ്യിലൂടെ പ്രവഹിക്കുന്ന രക്തം ആ കുരുവിയുടെ വായിലേക്ക് വെച്ച് ഇറ്റിച്ചു കൊടുക്കുന്ന ഒരു രംഗം കണ്ട് ആധുനിക വിദ്യാഭ്യാസം നേടിയ നിസാർ അഹമ്മദ് മനോഹരമായ ദർശനത്തെ സ്നേഹിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഈ ഒരു മനോഹരമായ അധ്യാപനം ലഭിച്ചത്? ആ മനോഹരമായ ചോദ്യം, അതിന്റെ ഉത്തരം കുഞ്ഞുപാത്തുമ്മ മദ്രസയിൽ മാത്രമേ പോയിട്ടുള്ളൂ. മദ്രസയിൽ നിന്നാണ് കുഞ്ഞുപാത്തുമ്മ അത് പഠിച്ചത്. കരുണയുടെ നബി ദർശനം. നമ്മളൊക്കെ ഹദീസുകളിൽ കാണുന്ന മനോഹരമായൊരു സന്ദർഭമുണ്ട്. ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന അനുചരനോട് പിന്നെ കുഞ്ഞുങ്ങളെ മടക്കി കൊടുക്കുക, തള്ളക്കുരുവിയോട് അതിന്റെ കുഞ്ഞുങ്ങളെ മടക്കി കൊടുക്കാൻ പറയുന്ന മനോഹരമായ നബിപാഠം. മാൻപേടയുടെ കഥ. സസ്യജാലങ്ങളോട്, വെള്ളത്തോട്, പ്രകൃതിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തു സൂക്ഷിച്ച മനോഹരമായ നബി ദർശനം, ആ ലോക കരുണയുടെ പാഠം. അപ്പൊ ഈ കരുണാദർശനം മദ്രസയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നത് ഈ കരുണയാണ് എന്ന മനോഹരമായ ഒരു ബോധ്യത്തിൽ നിന്നാണ്. നമ്മുടെ ത്വയ്ബ സെന്റർ തന്നെ തിരൂരിൽ ഒരു മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. വള്ളത്തോളിന്റെ കവിതകൾ വായിക്കുന്ന, വള്ളത്തോൾ എന്ന ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പാടിയ ഗാന്ധി ദർശനത്തിൽ അഭിനമിച്ച വള്ളത്തോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും സങ്കീർണമായ ചില ചരിത്ര സന്ദർഭങ്ങൾ കടന്നുപോയ നേരത്തും ഇതാണ് നബി എന്ന് ലോകത്തോട് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ അല്ലാഹ് എന്ന കവിത, പാംസുസ്നാനം എന്ന കവിത, ജാതകം തിരുത്തി എന്ന കവിത. ആ കവിതകളുടെ അവതരണത്തിൽ
അത് അവതരിപ്പിച്ച തിരൂർ സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായ KM അനിൽ സാർ പറഞ്ഞ മനോഹരമായൊരു കഥയാണ് ഞാനിവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, എന്നോടൊരാൾ മദ്രസകളിൽ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ബഷീറിന്റെ സാഹിത്യം വായിച്ചിട്ടുണ്ട്. അപ്പൊ ബഷീർ സാഹിത്യത്തിലെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് കരുണയുടെ ആ കുരുവിക്കുഞ്ഞിന് രക്തം എന്ന വെള്ളം കൊടുക്കാൻ പ്രേരിപ്പിച്ച ആ കരുണയുടെ പാഠം ലഭിച്ചത് പ്രവാചകരുടെ പാഠത്തിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ മദ്രസ പാഠമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്നതിനെ പറ്റി എനിക്ക് സംശയമൊന്നും ഇല്ല എന്ന് KM അനിൽ മാഷ് ആ വേദിയിൽ പറഞ്ഞു. അതാണ് ഞാൻ ഓർത്തെടുത്തത്. അപ്പോൾ ഇങ്ങനെ കരുണയുടെ മഹാദർശനങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് മനുഷ്യരെ ചേർത്ത് പിടിക്കലാണ്, അത് ആദരവും സ്നേഹവും പകരലാണ് എന്ന വലിയ ദർശനത്തെ 1500 കാലങ്ങളായി ലോകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർവായനകളിലേക്ക് ഉള്ള പ്രവേശങ്ങളായി നമ്മുടെ ഇത്തരം സെഷനുകൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീചിത്രൻ സർ, ലോകഹൃദയം തൊട്ട തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിഷയത്തിൽ സാറിൻ്റെ അനുഭവങ്ങളും, സാറിപ്പോൾ KM അനിൽ സാറിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞപ്പോൾ സാറുമായിട്ടും ഒരിക്കൽ നമ്മൾ സാറിൻ്റെ ഒരു സെഷനിൽ പങ്കെടുക്കുമ്പോൾ സാറ് പങ്കുവെച്ച ഒരു മനോഹരമായൊരു ജീവിതാനുഭവമുണ്ട്. സാറ് ജീവിക്കുന്ന വീട്, സാറ് വളർന്ന സ്ഥലത്ത് സാറിൻ്റെ അയൽക്കാരായുണ്ടായിരുന്ന സുന്നി കുടുംബത്തിലെ ഉമ്മയുടെ ഒരു കഥ ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഉമ്മ അവിടെ ഏതെങ്കിലും ഒരു മീലാദ് പരിപാടിയോ ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ അവിടെ നിന്നുണ്ടാക്കുന്ന എന്താണോ ആ വിഭവം ഈ സാറിന്റെ കുടുംബത്തിലും സാറിനുമൊക്കെ കൊടുക്കുന്നതും അവിടെ വിളിച്ചിരുത്തി സൽക്കരിക്കുന്നതും ഇതാണ് സുന്നി കുടുംബങ്ങളിലെ മനോഹരമായ ഇസ്ലാമിക ദർശനം എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ജീവിതാനുഭവം കൂടിയുള്ള ഒരാളാണ് സാർ. അപ്പൊ സാർ തൻ്റെ അനുഭവങ്ങളും തൻ്റെ വായനയിലും ഉരുത്തിരിഞ്ഞ അവിടെ കണ്ടെത്തിയ നബി ദർശനങ്ങളെ പറ്റി സംസാരിക്കുമെന്ന പ്രതീക്ഷയോടെ ആദരവോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു.